നമ്മുടെ ശരീരം കൂളാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫുഡാണ് ദഹിവട. സാധാരണ ഇത് ഉഴുന്ന് വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. ഞാനിപ്പോ ഹിൽസ് നാച്ചുറലിന്റെ മില്ലറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. ഇതിന് ചാമ അരി എന്നൊക്കെ പറയൂട്ടോ. അപ്പോൾ ആദ്യം മില്ലറ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇതിലേക്ക് സാഗോ റൈസ് ചേർത്ത് വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കാം. അത് കുതിർന്നു വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇംലി ചട്നി ഉണ്ടാക്കാം. ഒരു തക്കാളി വലുപ്പത്തിൽ പുളി കുരു കളഞ്ഞ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് 1 മണിക്കൂറിന് ശേഷം മിക്സിയിലിട്ട് അടിച്ച് ഒന്ന് അരിച്ചെടുക്കാം. ഇത് ഞാനൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു അച്ച ശർക്കര, ഉപ്പ്, മുളക് പൊടി, ചെറിയ ജീരകം, കായപ്പൊടി എല്ലാം കൂടി ചേർത്ത് തിളപ്പിച്ച് കുറുക്കിയെടുത്താൽ നമ്മുടെ ഇംലി ചട്നി റെഡി. ഇത് ചൂടാറി കഴിഞ്ഞാൽ ഒന്നോട്ട് കുറുകി വരും. ഇനി സോക്ക് ചെയ്ത മില്ലറ്റ് ഒന്ന് സ്മൂത്ത് ആക്കി അരച്ചെടുക്കണം. ഇതിലേക്ക് ഉപ്പും ബേക്കിംഗ് പൗഡറും ചേർത്ത് മിക്സ് ചെയ്ത് വട ചുട്ടെടുക്കാം. ഇത് ഓയിൽ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഓയിൽ കുറയ്ക്കാനായിട്ട് ഉണ്ണിയപ്പച്ചട്ടിയിലാണ് വട ചുട്ടെടുക്കുന്നത്. മില്ലറ്റ്സ് ഫൈബർ റിച്ച് ആയതുകൊണ്ട് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്താൽ വെയിറ്റ് ലോസിന് ഇത് നല്ലോണം ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി ചുട്ടെടുത്ത വട തണുത്ത ഉപ്പിട്ട വെള്ളത്തിൽ 1 മണിക്കൂർ ഇട്ട് വെക്കാം. 1 മണിക്കൂറിന് ശേഷം വട ഇതുപോലെ പിഴിഞ്ഞ് മാറ്റി വെക്കാം. ഇതിപ്പോ നല്ല സോഫ്റ്റ് ആയിട്ടോ. ഇനി കട്ടയടച്ച തൈരിലേക്ക് പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്ത് ഇതുപോലെ ഒഴിച്ചെടുക്കാം. മേലെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഇംലി ചട്നിയും പിന്നെ മല്ലിയില അരിഞ്ഞതും കൂടി തൂവി കൊടുത്താൽ മില്ലറ്റ് ദഹിവട റെഡി. മില്ലറ്റ്സിന്റെ 100% നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഹിൽസ് നാച്ചുറലിന്റെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാട്ടോ.